ആ പൈസയിൽ നിന്ന് കിട്ടുന്നത് നീക്കി വാക്കി വെക്കുന്നതുകൊണ്ട് എനിക്ക് മെഡിസിനൊക്കെ ഒത്തിരി പൈസയാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മെഡിസിനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിക്കുന്നത് ഇങ്ങനെ സൗജന്യം കിട്ടുന്ന പൈസ ഒരു കൂട്ടി വെച്ചിട്ട് ആ പൈസ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കും. അല്ലാതെ പറ്റത്തില്ല, മരുന്ന് വേണം, മെഡിസിൻ മുടങ്ങാൻ പറ്റത്തില്ല. നീക്കി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും പൈസ കയ്യിലുണ്ട്. കാരണം ഇപ്പം എനിക്ക് ഇവിടെ പോകണം, ഇന്ന് 150 രൂപ ചിലവാണ്, അതെൻ്റെ കയ്യിലിരിക്കും. എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകുന്ന ഓരോത്ത കാര്യങ്ങൾ ഞാൻ എല്ലാം നീക്കി വഞ്ചിയിലൊന്നും ഇടാൻ ഒക്കത്തില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തും. എനിക്ക് വണ്ടിക്കൂലും 30 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്കും കൊല്ലം. പിന്നെ ആശുപത്രി വരണമെന്ന് ഇങ്ങനെ വന്നതാ. ഈ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് അത് ഉപയോഗം ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ വണ്ടിയിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ ലോങ് യാത്രയ്ക്ക് മാത്രമേ ഈ ഒരു ബസ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും അത് നല്ല ഉപയോഗമാണ്, അത്തരത്തിൽ പോസിറ്റീവാണ്. പിന്നെ മറ്റൊരു ഭാഗം നോക്കുമ്പം ഈ പുരുഷന്മാർ നമ്മളെ പുച്ഛത്തോടു കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരിത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ പോസിറ്റീവാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന കുറച്ചുകൂടെ ഉപയോഗപ്രദമായിരുന്നു തോന്നി. മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായ കാര്യമാണിത്. പിന്നെ സർക്കാരിൻ്റെ ലാഭം കൂടെ നോക്കുമ്പോൾ അത് അത്ര നല്ലതാണെന്ന് അറിയില്ല.